അപ്പോൾ ഞങ്ങളിന്ന് കാലത്ത് എൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കണം കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഇനി ഒരുങ്ങാനുള്ള തിരക്കിലാണ് ഞങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഒരുക്കൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ ചേട്ടൻ എൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഞാനും ചേട്ടനും കൂടി ഒരു ഫോട്ടോ എടുത്ത് ഇതൊക്കെ രസമല്ല ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചേട്ടനും മക്കളും കൂടി അങ്ങ് നടന്നു. അപ്പോൾ എൻ്റെ കൂടെ ജസ്റ്റീനും ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും എന്താ പറയുക വഴിയിലേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്ത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ അവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ചു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനത്തെ ഒരു അവസരങ്ങളൊക്കെ നമുക്ക് ദൈവം തരുമെന്ന് അറിയത്തില്ല. എന്തായാലും കിട്ടിയ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പല പല സ്ഥലങ്ങളിലായിട്ട് വിഭജിക്കപ്പെട്ട് പോയിട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം. അപ്പോൾ ഇവിടെ വന്നതിന് അടുത്ത് നിന്നിട്ട് ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിരോധിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ആരോടും പറയരുതട്ടെ നിങ്ങൾ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോരുത്തർ തപ്പിന്ന് കൊണ്ട് നടക്കുന്ന സമയത്ത് നല്ല ഗാർഡൻ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ